ചെറുപ്പത്തിൽ വീട്ടിൽ പലതരത്തിലുള്ള മത്സ്യം വളർത്തൽ പരീക്ഷിച്ചിട്ടുണ്ട്. ചെറിയ കുപ്പികളിൽ വയലിൽ നിന്നും തോട്ടിൽ നിന്നും പിടിക്കുന്ന ചെറു മത്സ്യങ്ങളായിരുന്നു ആദ്യ പരീക്ഷണം. വീട്ടിലെ കിണറ്റിലും വളർത്തുമായിരുന്നു. പിന്നീട് സിമൻറ്റ് തൊട്ടികളിൽ തിലാപ്പിയ വളർത്തലായി. കുറച്ച് കഴിഞ്ഞ് അലങ്കാര മത്സ്യങ്ങൾ വളർത്തി നോക്കി. ആദ്യം പ്ലാസ്റ്റിക് തൊട്ടികളിലും പിന്നീട് ചില്ലുകൊണ്ടുള്ള അക്വേറിയം വാങ്ങിയും. ഇപ്പോൾ ഇതാ വീണ്ടും ഒന്ന് തുടങ്ങാൻ തോന്നി. പ്രധാനമായും പേരക്കുട്ടിക്ക് വേണ്ടി. കൊച്ചു കുട്ടികൾക്ക് മത്സ്യങ്ങളെ നോക്കിയിരിക്കാനും അവയ്ക്ക് ഭക്ഷണം കൊടുക്കാനും നല്ല താല്പര്യമാണല്ലോ. ഇപ്പോൾ റെഡിമെയ്ഡ് അക്വേറിയം വിവിധ വലുപ്പങ്ങളിലും വിലയ്ക്കും ലഭ്യമാണ്. ഒരു ചെറിയ അക്വേറിയം വെച്ച് തുടങ്ങാമെന്ന് കരുതി. ഫൗണ്ടനും ഏറിയേറ്ററും പല വർണ്ണങ്ങളിലുള്ള ബൾബുകളും സഹിതമാണ് അവ ലഭിക്കുന്നത്. പ്ലാറ്റി, ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, ഓറഞ്ച് മോളി എന്നീ വിഭാഗങ്ങളിലുള്ള കുറച്ച് ചെറു മത്സ്യങ്ങളും ഒരു പോളിത്തീൻ കവറിൽ നിറച്ച വെള്ളത്തിൽ ലഭിച്ചു. ജലസസ്യങ്ങളും കടയിൽ നിന്ന് വാങ്ങി. പണ്ടായിരുന്നെങ്കിൽ ജലസസ്യങ്ങൾ അടുത്തുള്ള കുളത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. ടാങ്കിലിടാനുള്ള വെള്ളമണലും മത്സ്യങ്ങൾക്കുള്ള തീറ്റയുടെ ഒരു ഡപ്പിയും വാങ്ങി. പണ്ട് ചോറിൻ്റെ വറ്റും മുട്ടയുടെ മഞ്ഞയും ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓട്സും ആയിരുന്നു. ആദ്യമായി ടാങ്കിൽ വെള്ളമണൽ നിരത്തി. അടുത്തതായി 2 തരം ജലസസ്യങ്ങൾ അവ ലഭിച്ച അവസ്ഥയിൽ തന്നെ മണലിൽ പാതി കുഴിച്ചു വെച്ചു. വെള്ളം നിറച്ചപ്പോൾ കാണാൻ ഭംഗിയില്ലാതായി. മണൽ കഴുകാൻ മറന്നുപോയതിനാൽ വെള്ളം കലങ്ങിയതാണ് കാരണം. മത്സ്യങ്ങളെ നിക്ഷേപിച്ച് ഏറിയേറ്റർ ഓൺ ചെയ്തപ്പോൾ കാണാൻ കുറച്ചുകൂടി മെച്ചമായി. എന്നാലും വെള്ളം കലങ്ങിയതിനാൽ അത്ര രസം പോരാ. ഫൗണ്ടൻ പ്രവർത്തിക്കുന്നതും കാണാം. ലൈറ്റുകൾ തെളിഞ്ഞപ്പോൾ വെള്ളമണൽ കാണാൻ ഭംഗിയുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളം ക്രമേണ തെളിഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ഭംഗിയായി. ഫൗണ്ടൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി നന്നായി കാണാം. മത്സ്യങ്ങളെ കുറച്ചുകൂടി അടുത്ത് കാണാം. പ്ലാറ്റി, ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, ഓറഞ്ച് മോളി എന്നിവ നന്നായി മനസ്സിലാക്കാം. എല്ലാം നല്ല ഊർജ്ജസ്വലതയോടെ നീന്തി നടക്കുന്നത് കാണാൻ സന്തോഷമുണ്ട്.